കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കല്ലടയാറിന് കുറുകെയുള്ള പുനലൂർ വലിയ പാലത്തിന്റെ വശങ്ങളിലും സംരക്ഷണ ഭിത്തികളിലും വളർന്നു തുടങ്ങിയ ആൽമരങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രവർത്തനങ്ങൾ 4 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. ആൽമരങ്ങൾ വളരുന്നത് പാലത്തിന്റെ ഉറപ്പിന് ഭീഷണിയാകുമെന്ന് മുൻപ് ഫോക്സ് TV വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മരങ്ങൾ മുറിക്കുന്നതോടൊപ്പം വീണ്ടും വളരാതിരിക്കാൻ അവയുടെ വേരുകൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സംരക്ഷിത സ്മാരകമായ തൂക്കുപാലത്തിൽ ഇത്തരത്തിൽ വളർന്നു നിന്ന ആൽമരത്തൈകൾ മുൻപ് നശിപ്പിച്ചിരുന്നു. ആൽമരങ്ങൾക്കൊപ്പം പാലത്തിന് ഭീഷണിയാകുന്ന എല്ലാ മരങ്ങളും നീക്കം ചെയ്യുവാനാണ് നിലവിലെ തീരുമാനം. ചേട്ടാ എവിടെണ്ടാ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മെഷീൻ അങ്ങോട്ട് വെച്ചപ്പോൾ ഇങ്ങോട്ട് എടുക്കില്ലേ എടുക്കാം അവിടെ വെച്ച് നോക്കും. നമ്മളിത് അഭിപ്രായം വേണ്ടി കാര്യം അവർക്ക് അവിടെ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ജാബുമാൻ്റെ കാലത്തോട് സാധനമായിരുന്നു. പോയി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വഞ്ചാടൊക്കെ ഇരിക്കുമോ മെഷീൻ്റെ റാക്കാണോ വില വെള്ള ലൈനാണോ എന്ന് പറയാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ തോന്നുന്നു അല്ല കൈ കഴിക്കുന്നുണ്ട്. പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിലും വശങ്ങളിലും വളരുന്ന ആൽമരങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദേശീയപാത അതോറിറ്റി 2.3 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പ്രവർത്തനങ്ങൾ സാഹസിക നിറഞ്ഞതിനായതിനാൽ ആരും കരാർ ഏറ്റെടുത്തില്ല. തുടർന്ന് 4 മാസങ്ങൾക്ക് ശേഷമാണ് കരാർ നടപടികൾ പൂർത്തിയാക്കാൻ അധികൃതർക്ക് സാധിച്ചത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.